Good morning dear students. Welcome to today's class. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ 7th ചാപ്റ്റർ വിഷ്വൽ ബേസിക്കിൽ ദ കാൽക്കുലേറ്റർ പ്രോഗ്രാം എന്നുള്ളൊരു പുതിയ ചാപ്റ്ററാണ് തുടങ്ങിയത് അല്ലേ. അതിൽ ബേസിക് കാൽക്കുലേറ്റർ എങ്ങനെയാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ഒരു കാൽക്കുലേറ്ററിൽ നടക്കുന്ന പ്രോഗ്രാംസ് എല്ലാം നമുക്ക് എങ്ങനെയാണ് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് അല്ലേ. അപ്പം ഫൈൻഡ് സം എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അതിന് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു, പ്രീവിയസ് ചാപ്റ്ററിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്നും പലതരത്തിലുള്ള കൺട്രോളുകൾ, ലേബൽസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബോക്സ്, ബട്ടണുകൾ, ഇവയൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്ത് ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രബിൾ ഷൂട്ടിംഗ്. ഇതിലുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ, പലതരത്തിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു കാൽക്കുലേറ്ററിനെ എങ്ങനെ റൺ ചെയ്യാം, അതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ട്രബിൾ ഷൂട്ടിംഗ്. Sometimes an unintentional error may make an otherwise good program work in a way you didn't intend to. Even after using good program building approach and taking all preventive measures, errors may still occur. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റർ പ്രോഗ്രാം, ഫൈൻഡ് സം പ്രോഗ്രാം തുടങ്ങിയ പല പ്രോഗ്രാംസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ഇൻറ്റൻഷനോടുകൂടി അല്ലാതെ ചില തെറ്റുകളൊക്കെ ഈ പ്രോഗ്രാംസിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുന്നത് വഴി അല്ലെങ്കിൽ നല്ലതായിട്ട് വരേണ്ട പ്രോഗ്രാംസിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ദ വേർഡ് ട്രബിൾ ഷൂട്ടിംഗ് റെഫേഴ്സ് ടു ലൊക്കേറ്റിംഗ് ആൻഡ് ഫിക്സിംഗ് ദ സോഴ്സസ് ഓഫ് ട്രബിൾ ഓർ എറേഴ്സ്. ഇത്തരത്തിലുണ്ടാകുന്ന ട്രബിൾസിനെ അല്ലെങ്കിൽ എറേഴ്സിനെയൊക്കെ കണ്ടെത്തി അത് ശരിയാക്കുന്ന, ഫിക്സ് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നത്. ഇൻ എ ലാംഗ്വേജ് സച്ച് എസ് വിഷ്വൽ ബേസിക്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് എറർ ആൻഡ് ദ പ്ലേസ് ഓഫ് കോഡ് ഡ്യൂ ടു വിച്ച് ദ എറർ ഒക്യുവേർഡ്. വിഷ്വൽ ബേസിക് പോലെയുള്ള ഒരു ലാംഗ്വേജിൽ ആ ഒരു തെറ്റ് കണ്ടെത്തുക, അത് റെക്ടിഫൈ ചെയ്യുക എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻ എറർ ഓൾസോ കോൾഡ് ബഗ് പ്രിവെൻറ്റ്സ് എ പ്രോഗ്രാം ഫ്രം റണ്ണിങ് കറക്റ്റ്ലി. അപ്പോൾ ഒരു എററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബഗ്. അപ്പോൾ ആ ബഗ് അല്ലെങ്കിൽ എറർ ആ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനെ തടയുന്നു. ദ ഫോളോയിങ് ആർ കോമൺ ടൈപ്സ് ഓഫ് എറർ ഇൻ വിഷ്വൽ ബേസിക്. വിഷ്വൽ ബേസിക്കിലെ ചില സാധാരണയായിട്ട് വരുന്ന എന്തൊക്കെ എറേഴ്സ് എന്നാണോ ഉള്ളത് നമ്മളിനി കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സിൻടാക്സ് എറേഴ്സ്. സിൻടാക്സ് എററാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ. അതെന്താണ്? ദീസ് എറേഴ്സ് ഒക്യൂർ ആസ് എ റിസൾട്ട് ഓഫ് റോങ്ലി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കോഡ് ഇൻ വിഷ്വൽ ബേസിക്. അപ്പോൾ വിഷ്വൽ ബേസിക്കിൽ തെറ്റായിട്ട് എഴുതുന്ന കോഡുകൾ വഴി സംഭവിക്കുന്ന എറേഴ്സാണ് സിൻടാക്സ് എറേഴ്സ്. The syntax or the way of writing the statements may be incorrect or invalid in Visual Basic. അപ്പം സിൻടാക്സ് എന്നുള്ള ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, എഴുതുന്ന രീതിയിലുണ്ടാകുന്ന ദ വേ ഓഫ് എറേഴ്സ് ഇൻ ദ വേ ഓഫ് റൈറ്റിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന രീതിയിലുണ്ടാകുന്ന തെറ്റുകൾ മൂലം പ്രോഗ്രാം വർക്ക് ചെയ്യാതെ വരുന്നതിനെയാണ് സിൻടാക്സ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇനി പറയുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. എ ഇട്ട ശേഷം 3 കുത്തുകളിട്ട് ബി ഇൻറ്റു സി, അതിന് പകരം എ ഈസ് ഈക്വൽ ടു എ ഇട്ട് 2 സ്ലാഷ് ഇട്ടതിന് ശേഷം ബി എന്നും എഴുതിയിരിക്കുന്നു. ദ എബവ് എക്സാമ്പിൾസ് ആർ ഇൻവാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ വിഷ്വൽ ബേസിക് ആൻഡ് വിൽ റിസൾട്ട് ഇൻ സിൻടാക്സ് എറർ. അപ്പോൾ ഈ 2 ഉദാഹരണങ്ങളും വിഷ്വൽ ബേസിക്കിൽ സിൻടാക്സ് എററിന് ഉദാഹരണങ്ങളാണ്. ദിസ് ഈസ് ബിക്കോസ് ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു 3 കുത്തല്ലേ, 3 ഡോട്ട്സ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഇൻ വിഷ്വൽ ബേസിക് ആൻഡ് 2 ഡബിൾ സ്ലാഷ്
ഈസ് നോട്ട് എ ലീഗൽ ഓപ്പറേറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് കാരണം? ഒന്നാമത് തന്നെ ഈ 3 dots എന്നുള്ളത് നമ്മളുടെ വിഷ്വൽ ബേസിക്കിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ അല്ല. നമ്മൾ നേരത്തെ കണ്ടു ഏതൊക്കെയാണ് വിഷ്വൽ ബേസിക്കിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്ററായിട്ട് ഉള്ളതെന്നല്ലേ, ഫങ്ഷൻ ചെയ്യുന്നത്. ഈ 3 കുത്തുകൾ അതിനകത്തില്ല. അതുപോലെ തന്നെ ഈ 2 സ്ലാഷ് എന്നുള്ളത് ഒരു ലീഗൽ ഓപ്പറേറ്ററുമല്ല. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ as follows. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ എഴുതാം? സിൻടാക്സ് എറർ വരാതെ എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക? A = B ഇൻറ്റു C. ഇൻറ്റു എന്നുള്ളത് സ്റ്റാർ ചിഹ്നം അല്ലേ. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാനുള്ളത് എങ്ങനെയാണ്? A = A/B, A/B എന്ന് എഴുതുക. ഓക്കെ, സോ try to locate and correct any syntax errors that may have occurred, otherwise it will waste the programming time. അപ്പോൾ ഇങ്ങനെയുള്ള സിൻടാക്സ് എററുകളൊക്കെ മാക്സിമം എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനും അത് റെക്ടിഫൈ ചെയ്യാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രോഗ്രാം കറക്റ്റായിട്ട് റൺ ആവുകയില്ല. അടുത്ത ഒരു എററാണ് സെമാൻറ്റിക് എറേഴ്സ്. എന്താണ് സെമാൻറ്റിക് എറേഴ്സ്? These errors occur as a result of meaningless statements of code in Visual Basic. അപ്പോൾ വിഷ്വൽ ബേസിക്കിൽ മീനിങ്ലെസ് ആയിട്ട് എഴുതുന്ന കോഡുകളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള സെമാൻറ്റിക് എറേഴ്സ്. Although this statement is correct in syntax, yet it is meaningless in Visual Basic. അപ്പോൾ ഈ ഒരു സിൻടാക്സ് പരമായിട്ട് ഇതിൽ തെറ്റുകളൊന്നും ഇല്ല എങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വിഷ്വൽ ബേസിക്കിൽ അർത്ഥമില്ല. ദിസ് ഈസ് ബിക്കോസ് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആർ ടു ബി ഡിഫൈൻഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. എന്താണ് പ്രശ്നം? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എവിടെയാണ് വരേണ്ടത്? റൈറ്റ് സൈഡിലാണ് വരേണ്ടത് അല്ലേ, അല്ലാതെ റിസൾട്ട് ലെഫ്റ്റ് സൈഡിലും ഓപ്പറേഷൻ റൈറ്റ് സൈഡിലുമാണ് വിഷ്വൽ ബേസിക്കിൻ്റെ വരേണ്ടത്. ദെയർഫോർ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ വിൽ ഷോ ആൻ എറർ ഇൻ ദിസ്. അതുകൊണ്ട് തന്നെ വിഷ്വൽ ബേസിക് ഓപ്പറേറ്റർ ഇതിലൊരു എറർ എന്ന് കാണിക്കും. ഓക്കെ, അടുത്ത ഒരു എററാണ് റൺ ടൈം എറേഴ്സ്. റൺ ടൈം എറേഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? ദീസ് എറേഴ്സ് occur ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ ഓർ വെൻ ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ഈസ് ടേക്കിംഗ് പ്ലേസ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം അതിൻ്റെ റൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്തോ ആണ് ഇത്തരത്തിലുള്ള ഈ റൺ ടൈം എറേഴ്സ് ഉണ്ടാകുന്നത്. ദർ ക്യാൻ ബി മെനി റീസൺസ് ഫോർ ദീസ് ടൈപ്സ് ഓഫ് എറേഴ്സ് ടു ടേക്ക് പ്ലേസ്. പല റീസൺസ് ഉണ്ടാവാം ഇത്തരത്തിലുള്ള എറേഴ്സ് ഉണ്ടാകുന്നതിന്. ദ മോസ്റ്റ് കോമൺലി ഒക്യൂറിങ് റൺ ടൈം എറേഴ്സ് ഫേസ്ഡ് ബൈ ബിഗിനേഴ്സ് ആർ ദ ഫോളോയിങ്സ്. അപ്പം തുടക്കക്കാരൊക്കെ നേരിടുന്ന ചില റൺ ടൈം എറേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഡിവൈഡ് ബൈ 0 എറർ. അപ്പോൾ ഒരു സംഖ്യയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു എററാണ്. വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 0 സംവെയർ ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു സംഖ്യയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് റൺ ടൈം എററാണ്. രണ്ടാമത്തത് എ റോങ് വാല്യൂ ഓഫ് ഡാറ്റ ഈസ് ഗീവൺ ആസ് ഇൻപുട്ട്. ഒരു തെറ്റായ വാല്യൂ ഒരു ഡാറ്റ ആയിട്ട് ഇൻപുട്ടായിട്ട് നൽകിയാലും അതും ഒരു റൺ ടൈം എററാണ്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് റൺ ടൈം എറേഴ്സ് കണ്ടു. ഡിവൈഡ് ബൈ 0 എറർ, അതുപോലെ തന്നെ റോങ് വാല്യൂ ഓഫ് ഡാറ്റ ഈസ് ഗീവൺ ആസ് ഇൻപുട്ട്. ഓക്കെ, ഇനി all these errors may result in one or all the following consequences. അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സൊക്കെ ഉണ്ടാകുന്നത് വഴി എന്താണ് നമ്മളുടെ പ്രോഗ്രാമിൽ സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള എറേഴ്സ് ഉണ്ടായാൽ ഫലം സംഭവിക്കുക എന്നാണ് ഇനി പറയുന്നത്. വേസ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടിംഗ് ടൈം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എറർ ഉണ്ടായാൽ മതി. ഇപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് എറേഴ്സ് പഠിച്ചു. അതിലേതെങ്കിലും ഒരു എറർ ഉണ്ടായാൽ തന്നെ നമ്മൾ അത്രയും നേരം ഈ ഒരു കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിന് വേണ്ടി ചിലവഴിച്ചതെല്ലാം വേസ്റ്റായി പോകും. വേസ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടിംഗ് ടൈം. രണ്ടാമത്തത് വേസ്റ്റേജ് ഓഫ് ദ പ്രോഗ്രാമേഴ്സ് ടൈം. നമ്മളുടെ സമയം എടുത്താണ് നമ്മളത് അത്രയും ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളുടെ സമയം വേസ്റ്റാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി എടുത്ത ആ ഒരു ടൈമും വേസ്റ്റ് ആവും. ദെൻ സ്റ്റോപ്പിംഗ് ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ അബ്നോർമലി. അപ്പോൾ നോർമൽ അല്ലാതെ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാം നോട്ട് ഗിവിങ് ദ കറക്റ്റ് റിസൾട്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് പലപ്പോഴും കറക്റ്റ് റിസൾട്ട് തരാതിരിക്കുന്നു. ദ പ്രോഗ്രാം ഷുഡ് ബി റിട്ടേൺ ആൻഡ് കോഡഡ് ഇൻ വിച്ച്
in such a way that it can be handle incorrect data and incorrect operations. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻകറക്റ്റ് ഡേറ്റയും ഇൻകറക്റ്റ് ഓപ്പറേഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതുന്ന കോഡുകളെല്ലാം പ്രോഗ്രാംസിൽ എഴുതപ്പെടേണ്ടത്. ദിസ് വിൽ ഹെൽപ്പ് ഇൻ മിനിമൈസിങ് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റിംഗ് ദ അബ്നോർമൽ ടെർമിനേഷൻ ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ഇതുവഴിയായിട്ട് നമ്മളുടെ എറേഴ്സിനെയൊക്കെ മിനിമൈസ് ചെയ്യും, വളരെയധികം കുറച്ചാക്കുകയും എറേഴ്സിനെ കുറച്ചാക്കുകയും അതുപോലെ തന്നെ പ്രിവെൻറ്റിംഗ് ദ അബ്നോർമൽ ടെർമിനേഷൻ ഓഫ് ദ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാമിനെ അസാധാരണമായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നതും തടയുന്നു. ഇൻ ഷോർട്ട്, ദ പ്രോഗ്രാം ഷുഡ് ബി മെയ്ഡ് റോബസ്റ്റ് ടു കം ഔട്ട് സച്ച് അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ്. അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ പ്രോഗ്രാംസിനെയൊക്കെ നേരിടാൻ ശക്തമായിട്ടുള്ളതായിരിക്കണം നമ്മളുടെ പ്രോഗ്രാമുകൾ. ഓക്കെ, അത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് ഒരു കാൽക്കുലേറ്ററിനെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, റണ്ണ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. Once you have designed your calculator and defined procedures for various control buttons, click on Debug and start debugging. Press F5 key or click on the Start Debugging tool from the toolbar to run the application. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ പ്രോഗ്രാമിംഗ് എല്ലാം റെഡിയാക്കി വെച്ചു അല്ലേ, ചെയ്തെല്ലാം പ്രോപ്പറായിട്ട് റെഡിയാക്കി വെച്ച ശേഷം അതെങ്ങനെയാണ് റണ്ണ് ചെയ്യുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്, ആദ്യം തന്നെ കാൽക്കുലേറ്റർ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ശേഷം ഡിഫൈൻഡ് പ്രൊസീജിയർ, വേരിയസ് കൺട്രോൾ ബട്ടൺസ് അതെല്ലാം നമ്മൾ ചെയ്ത ശേഷം ക്ലിക്ക് ഓൺ ഡീബഗ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ഡീബഗിങ് ആരംഭിക്കുക. പ്രസ് F5 key or click on the Start Debugging tool from the toolbar to run the application. ടൂൾബാറിൽ സ്റ്റാർട്ട് ഡീബഗിങ് ടൂൾ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റാർട്ട് ഡീബഗിങ് ടൂൾ. അതിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ F5 കീ ഞെക്കിയോ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കാണാവുന്നതാണ്. ദ ആപ്ലിക്കേഷൻ വിൽ ഓപ്പൺ ഇൻ എ ന്യൂ വിൻഡോ സിമിലർ ടു ഫിഗർ 7.5. ഈ ഫിഗർ 7.5 കാണിച്ചിരിക്കുന്ന പോലെ ഒരു പുതിയ വിൻഡോയിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാൽക്കുലേറ്റർ ഓപ്പണായി വരിക. ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ടല്ലേ. എൻ്റെ ഫസ്റ്റ് നമ്പർ, എൻ്റെ സെക്കൻഡ് നമ്പർ, അതിൻ്റെ ലേബലാണ് ഇത് കൊടുത്തത്. അതുപോലെ തന്നെ ബോക്സ് വന്നിട്ടുണ്ട്, ബട്ടൺസ് എല്ലാം വന്നിട്ടുണ്ട്, റിസൾട്ടിനുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലിയർ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ക്ലിക്ക് ഓൺ ദ ക്ലിയർ സ്ക്രീൻ ബട്ടൺ ടു എൻ്റർ ന്യൂ നമ്പേഴ്സ്. പുതിയ നമ്പേഴ്സൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി ക്ലിയർ സ്ക്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. സം സാമ്പിൾ എക്സിക്യൂഷൻ ഔട്ട്പുട്ട്സ് ആർ ഷോൺ ഇൻ ഫിഗർ 7.6 ടു ഫിഗർ 7.12. അടുത്ത കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കതും കൂടി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് യൂസ് ഓഫ് അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാൽക്കുലേറ്ററിൽ. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യുന്നു 64 എന്നുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ 8 എന്നുള്ള നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു മൗസ് പോയിൻ്റർ ഉപയോഗിച്ച്. അതിനുശേഷം റിസൾട്ട് കോളത്തിൽ ദ റിസൾട്ട് ഈസ് 72 എന്നുള്ളത് വരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് മൈനസ് കാണുന്നത്, 64 കൊടുക്കുന്നു, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ 8 കൊടുക്കുന്നു, മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, 56 എന്നുള്ള ആൻസർ കിട്ടുന്നു. അതുപോലെ നമ്മുടെ ഓരോ പ്രോഗ്രാം, നമുക്ക് ഓരോ കാൽക്കുലേഷൻ നടത്തുന്നതിന് വേണ്ടി ഓരോ ഫീച്ചറും നമ്മൾ നേരത്തെ അസൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ, നമ്മൾ നേരത്തെ കോഡ് ടൈപ്പ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഓരോ ബട്ടണും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണിക്കാം. അതാണ് ഈ ഫിഗർ 7.6 മുതൽ 7.12 വരെയുള്ള ഈ ഫിഗേഴ്സിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. Visual Basic provides a powerful interface system to develop a number of graphical applications that can run on
ദ വിൻഡോസ് എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കുന്ന, റണ്ണ് ചെയ്യാൻ സാധിക്കുന്ന ഗ്രാഫിക് ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഫേസ് സിസ്റ്റമാണ് വിഷ്വൽ ബേസിക്. വിഷ്വൽ ബേസിക് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ബേസിക് ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് വിഷ്വൽ ഇൻ നേച്ചർ. Visual Basic saves a lot of time and energy because it is RAD tool for programming. RAD tool എന്നാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? Operators are the special symbols that are used to perform mathematical calculations, make comparisons and check logical situations. Mathematical calculations ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, കമ്പാരിസൺസ് നടത്താനും അതുപോലെ തന്നെ ലോജിക്കൽ സിറ്റുവേഷൻസിനെയൊക്കെ അനലൈസ് ചെയ്യാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ദ ഓപ്പറേറ്റേഴ്സ് വിച്ച് ആർ യൂസ് ടു കമ്പയർ ടു വാല്യൂസ് ആർ കോൾഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. വിളിക്കുന്ന പേരാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അങ്ങനെ. ദ വേർഡ് ട്രബിൾ ഷൂട്ടിംഗ് റെഫേഴ്സ് ടു ലൊക്കേറ്റിംഗ് ആൻഡ് ഫിക്സിംഗ് സോഴ്സസ് ഓഫ് ട്രബിൾ ഓർ എറർ. ട്രബിൾ ഷൂട്ടിംഗ് എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചതാണ്. എറേഴ്സിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ട്രബിൾ ഷൂട്ടിംഗ്. ഇൻ എ ലാംഗ്വേജ് സച്ച് എസ് വിഷ്വൽ ബേസിക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് എറർ ആൻഡ് ദ place of the code due to which error has occurred. Once you have designed your calculator and given procedures for various control buttons, press F5 to run the calculator. Okay, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. വിഷ്വൽ ബേസിക്കിലെ കാൽക്കുലേറ്റർ പ്രോഗ്രാമിനെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിലെ എറേഴ്സിനെ കണ്ടുപിടിച്ച് അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്നുമാണ്, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റണ്ണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എക്സാം ഡേറ്റൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചാപ്റ്റേഴ്സ് എല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ടീച്ചർ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതിയും അതുപോലെ തന്നെ വായിച്ചുമൊക്കെ പഠിക്കുക, സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്നത് എത്ര ഭാഗമാണോ, കഴിഞ്ഞ ടേം എക്സാമിന് ഉണ്ടായിരുന്ന എത്ര ഭാഗമാണോ അതിന് ശേഷം നമ്മൾ പഠിച്ച മുഴുവൻ പോർഷൻസും ഇതുവരെയുള്ള എല്ലാ പോർഷൻസും ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റിന് ഉണ്ടാവുക, നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. അപ്പം കഴിഞ്ഞ എക്സാമിന് പഠിച്ച് നിർത്തിയ ഭാഗം മുതൽ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും നോട്ട് എഴുതിയും മറ്റും പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.